Welcome to Flash Class. BA English third semester Language in ആക്ഷനിലെ ജേർണി ഓഫ് എ കുച്ചിപ്പുടി ഡാൻസർ ഫ്രം പാകിസ്ഥാൻ ടു ഇന്ത്യ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള ആൻസേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് വരുന്നില്ല. ആദ്യം നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. What role did art play in Nilima Devi's life during her time in the refugee camp? നീലിമ ദേവി റെഫ്യൂജി ക്യാമ്പിലായിരിക്കുന്ന സമയത്ത്, അഭയാർത്ഥി ക്യാമ്പിലായിരിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ആർട്ട് എന്ത് റോളാണ് വഹിച്ചതെന്ന് ചോദിക്കുന്നു. ആർട്ട് ഗേവ് നീലിമ ദേവി ഇമോഷണൽ സ്ട്രെങ്ത് ആൻഡ് എ സെൻസ് ഓഫ് പർപ്പസ് ഡ്യൂറിങ് ഹർ ഡിഫിക്കൽട്ട് ഡേയ്സ് ഇൻ ദ റെഫ്യൂജി ക്യാമ്പ്. അപ്പോൾ ഈ അഭയാർത്ഥി ക്യാമ്പിലായിരിക്കുന്ന സമയത്ത് അവർക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യബോധവും അതുപോലെ തന്നെ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് എല്ലാം ആർട്ടിലൂടെയാണ് അവർ നേടിയത്. ഈവൻ ആസ് എ ചൈൽഡ് സെപ്പറേറ്റഡ് ഫ്രം ഹെർ ഫാദർ, ഷീ ഇമേഴ്സ്ഡ് ഹെർസെൽഫ് ഇൻ ഡാൻസ് ട്രെയിനിങ്. അപ്പോൾ അവർ ഈ അഭയാർത്ഥി ക്യാമ്പിൽ എത്തിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അവരുടെ ഫാദർ വേറെ സ്ഥലത്തും ഈ അമ്മയും രണ്ടു മക്കളും വേറെ സ്ഥലത്തും അഭയാർത്ഥി ക്യാമ്പിലുമായിട്ട് നാട്ടിലാകെ വർഗീയ കലാപമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നത്. ആ ഒരു സമയത്ത് അവർ ഡാൻസ് ക്ലാസ്സിന് പോയിക്കൊണ്ടാണ് അവർക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യവും അർത്ഥവും എല്ലാം അവർ ഉണ്ടാക്കിയത്. ഇറ്റ് ബിക്കെയിം ബോത്ത് എ റെഫ്യൂജ് ഫ്രം ട്രോമ ആൻഡ് എ സോഴ്സ് ഓഫ് ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ ആ ഒരു കുട്ടിക്കാലത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് അഭയാർത്ഥി ക്യാമ്പിലായിരിക്കുന്ന സമയത്തുള്ള വേദനകളും മറ്റൊക്കെ മറക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് അവർ ഡാൻസിനെ കണ്ടെത്തുന്നു. പിന്നീട് അവർക്ക് ഭാവിയെ കുറിച്ചിട്ടൊരു പ്രതീക്ഷയായിട്ട്, ഒരു കരിയറായിട്ടൊക്കെ ഡാൻസ് മാറുന്നത് നമ്മൾ കാണുന്നു. Who was Nilima Devi's Kuchipudi Guru and how did he influence her journey in dance? ഇനി നീലിമ ദേവിയുടെ കുച്ചിപ്പുടി ഗുരു അല്ലെങ്കിൽ ടീച്ചർ ആരായിരുന്നാണ് ചോദിക്കുന്നത്. ഇവരുടെ കരിയറിനകത്ത് അയാളുടെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. നീലിമ ദേവീസ് കുച്ചിപ്പുടി ഗുരു വാസ് നടരാജ രാമകൃഷ്ണ ഫ്രം തെലങ്കാനയിൽ നിന്നുള്ള ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ടീച്ചർ നടരാജ രാമകൃഷ്ണയാണ് ഇവരെ കുച്ചിപ്പുടി പഠിപ്പിക്കുന്നത്. ഹിസ് ടീച്ചിങ് ട്രാൻസ്ഫോംഡ് ഹെർ ഡാൻസ് ഫ്രം എ പേഴ്സണൽ പാഷൻ ഇൻ ടു പ്രൊഫഷണൽ കരിയർ. അപ്പോൾ അതുവരെ ഡാൻസ് ഒരു പാഷനായിട്ട് കൊണ്ടുവന്നിരുന്ന ഇവർ ഇദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ് ഒരു പ്രൊഫഷണൽ കരിയർ എന്ന രീതിയിലേക്ക് ഡാൻസിനെ കാണുന്നത്. ഹൗ ഡിഡ് നീലിമ ദേവി കോൺട്രിബ്യൂട്ട് ടു ദ ഗ്ലോബൽ സ്പ്രെഡ് ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്? ഇനി ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഒരു ഗ്ലോബൽ സ്പ്രെഡ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? നീലിമ ദേവി പ്രൊമോട്ടഡ് കുച്ചിപ്പുടി വേൾഡ് വൈഡ് ത്രൂ പെർഫോമൻസസ് ഇൻ കൺട്രീസ് ലൈക്ക് കെനിയ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയിലും കെനിയയിലും ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെല്ലാം ഇവരുടെ പ്രോഗ്രാമുകൾ ഇവർ കണ്ടക്ട് ചെയ്തിരുന്നു. അങ്ങനെ ഈ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിനെ അവർ ഗ്ലോബലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷീ ഓൾസോ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഇറ്റ്സ് ടീച്ചിങ് ബൈ ക്രിയേറ്റിംഗ് എ കരിക്കുലം ഓൺ ഇന്ത്യൻ ആർട്ട് അറ്റ് ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി. ഇതുകൂടാതെ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ ഈ ഇന്ത്യൻ ക്ലാസിക്കൽ ആർട്ടും ഡാൻസും എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു കോഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലും ഈ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിനെ ഒരു ഗ്ലോബൽ ഫേസ് നൽകുന്നതിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, കമന്റ് ഓൺ ദി ഏർലി സ്ട്രഗിൾസ് ആൻഡ് റെസീലിയൻസ് ഫേസ്ഡ് ബൈ നീലിമ ദേവി. നീലിമ ദേവിയുടെ ചെറുപ്പക്കാലത്ത് ഉണ്ടായിട്ടുള്ള സ്ട്രഗിൾസ്, അതിനോട് അവരെങ്ങനെ റെസീലിയൻ്റ് ആയി നിന്നു, അല്ലെങ്കിൽ അതെല്ലാം അവരെങ്ങനെ പ്രതിരോധിച്ച് നിന്നു എന്നീ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നീലിമ ദേവീസ് ഏർലി ലൈഫ് വാസ് ഷേപ്ഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് അൺസർട്ടനിറ്റി ഡ്യൂറിങ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിലാണ് അവരുടെ കുട്ടിക്കാലം വരുന്നത്. ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ്, അതായത് നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന സാഹചര്യം, അതുപോലെ തന്നെ അൺസർട്ടനിറ്റി, ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഒരു ആശങ്കാജനകമായിട്ടുള്ള സിറ്റുവേഷൻ, ഇതെല്ലാമാണ് അവരുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ളത്. ഷി വാസ് ബോൺ ഇൻ പെഷാവാർ ഇൻ 1940 വിച്ച് വാസ് ദെൻ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. 1940 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഒരു 7 വർഷം മുമ്പ് ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള പെഷാവാറിലാണ് അവർ ജനിക്കുന്നത്. അത് അന്ന് നമുക്കറിയാവുന്ന പോലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ഉള്ളത്. ഷീ ആൻഡ് ഹെർ ഫാമിലി വർ അപ്രൂട്ടഡ് ബൈ കമ്മ്യൂണൽ വയലൻസ് ഡ്യൂറിങ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. പിന്നെ നമുക്കറിയാവുന്ന പോലെ ഇന്ത്യ വിഭജന കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു വർഗീയ കലാപങ്ങളുടെ മറ്റും ഭാഗമായിട്ട് നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യം അവർക്കും കുടുംബത്തിനും ഉണ്ടാകുന്നു. The violence forced her mother to flee with her and her sister to a refugee camp in Delhi. അപ്പോൾ ഇവരും ഇവരുടെ സഹോദരിയും അമ്മയും കൂടിയിട്ട് വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് ഡൽഹിയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് എത്തുന്നത്.
She was separated from her father for months and faced the emotional and material hardships of refugee life. അപ്പോൾ ഈ സമയത്ത് ഇവരുടെ ഫാദർ എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് അറിയില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാതെ മാസങ്ങളോളം ഇവർക്ക് അഭയാർത്ഥി ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നു. ഇതിന് സ്വാഭാവികമായിട്ടും അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ടാകുന്ന വെള്ളത്തിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒക്കെ ആയിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഇവർ അനുഭവിക്കുന്നുണ്ട്. Yet your resilience shone through as she turned to art for strength. എന്നാൽ ഇതിലൊന്നും തളർന്നു പോവാതെ അവരിവിടെ പ്രതിരോധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവർ ആർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് തനിക്കുള്ള സ്ട്രെങ്ത് കണ്ടെത്തുന്നത്. ഷീ പെർസ്യൂഡ് കഥക് ഡിസ്പൈറ്റ് ദ ലോങ് വാക്സ് ടു ഡാൻസ് ക്ലാസ്സസ് ആൻഡ് സോഷ്യൽ ഡിസപ്രൂവൽ. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ കഥക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡാൻസ് ക്ലാസ്സിന് വേണ്ടി പോയിരുന്നു. കാരണം ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസരത്തിൽ അത് മാത്രമാണ് അവർക്ക് ഒരു പ്രതീക്ഷയും ജീവിതത്തിന് ഒരു പർപ്പസും ഒക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അതും ഒരുപാട് ദൂരം നടന്നിട്ടൊക്കെ വേണമായിരുന്നു അവർക്ക് ഈ ഡാൻസ് ക്ലാസ്സിന് പോകുന്നതിന്. മാത്രമല്ല നാട്ടിലാകെ കലാപം നടക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിന് പോകുന്നതിനൊന്നും ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് അവർ ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. This commitment not only provided comfort but also marked the beginning of a journey in classical dance. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവർക്ക് ഒരു കംഫർട്ട്, എല്ലാം തകർന്നിരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു കംഫർട്ടായിട്ട് ഈ ആർട്ട് അല്ലെങ്കിൽ ഡാൻസ് വരുന്നു. അതുകൂടാതെ പിന്നീട് അവരുടെ ഒരു പ്രൊഫഷണൽ കരിയറിന്റെ തുടക്കമായിട്ട് കൂടി അത് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ആർട്ട് ബേസ്ഡ് ഓൺ ദിസ് ന്യൂസ് റിപ്പോർട്ട്. ഈ ന്യൂസ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ആർട്ടിന്റെ ട്രാൻസ്ഫോർമേറ്റീവ് പവറിനെ കുറിച്ചിട്ട് പറയാനാണ് ചോദിക്കുന്നത്. The news report demonstrates that art has the power to transform human experience by turning suffering into strength. അപ്പോൾ ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിനകത്ത് നമ്മൾ നീലിമ ദേവി എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ജീവിതത്തിൽ വളരെ പ്രയാസകരമായിട്ട് സാഹചര്യത്തിൽ എങ്ങനെയാണ് ഡാൻസിലൂടെ അവരുടെ ജീവിതം അവർ മെച്ചപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആർട്ട് നമുക്ക് ഈ സഫറിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ പോലും നമുക്ക് സ്ട്രെങ്ത് തരുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ന്യൂസ് റിപ്പോർട്ടിനകത്ത് കാണുന്നു. In Nilima Devi's childhood, dance became more than an escape. It was a spiritual practice that helped her endure separation, violence and the insecurity of refugee life. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ കുട്ടിക്കാലത്ത് ഇവർ ഡാൻസ് പ്രാക്ടീസിന് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവർ സെപ്പറേഷൻ, ഫാദർ എവിടെയാണ് എന്നറിയാതെ മാസങ്ങളോളം കടന്നു പോകുന്നൊരു സാഹചര്യം, അതുകൂടാതെ നാട്ടിലാകെ വയലൻസ് നടക്കുന്നൊരു സാഹചര്യം, കൂടാതെ ഒരു അഭയാർത്ഥി ക്യാമ്പിനകത്ത് ജീവിതത്തിൽ ഉണ്ടാകുന്ന അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിൽ നിന്നെല്ലാം അവർക്കൊരു കംഫർട്ട് കൊടുക്കുന്നത് ഈ ആർട്ട് അല്ലെങ്കിൽ ഡാൻസ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. ഇറ്റ് പ്രൊവൈഡഡ് ഹെർ വിത്ത് എ സെൻസ് ഓഫ് ഡിഗ്നിറ്റി ആൻഡ് ലിബറേഷൻ വെൻ മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ സ്റ്റെബിലിറ്റി വർ ആബ്സെന്റ്. അപ്പോൾ സാമൂഹികമായിട്ടും അതുപോലെ തന്നെ മെറ്റീരിയലായിട്ടും, അതായത് ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഒരു ഡിഗ്നിറ്റി, ഒരു അഭിമാനവും അതുകൂടാതെ തന്നെ ലൈഫിന് ഒരു പർപ്പസും എല്ലാം കൊടുക്കുന്നത് ആർട്ടാണ്, ഡാൻസ് ആണെന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. Her father's realization that dance had liberated their family from all those struggles shows how art can heal, uplift and give meaning even in times of crisis. ഇതിനെക്കുറിച്ച് പിന്നീട് അവർ പറയുന്നത്, അവരുടെ ഫാദർ തന്നെ പറയുന്നത് അവരുടെ കുടുംബത്തെ ഈ ആർട്ടാണ് അല്ലെങ്കിൽ ഡാൻസ് ആണ് അത്തരം പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷിച്ചത് എന്ന രീതിയിലാണ്. അപ്പോൾ അത്തരത്തിൽ ആർട്ടിനെ എങ്ങനെ ഇത്തരത്തിൽ നമുക്ക് പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് ലൈഫിനൊരു പർപ്പസും അതുപോലെ തന്നെ ഒരു മീനിങ് എല്ലാം കൊടുക്കാൻ കഴിയുന്നുള്ളത് നമ്മൾ കാണുന്നു. ദസ് ദ റിപ്പോർട്ട് പ്രസൻസ് ആർട്ട് നോട്ട് സിംപ്ലി ആസ് പെർഫോമൻസ് ബട്ട് ഇറ്റ്സ് എ പ്രൊഫൗണ്ട് ഫോഴ്സ് ഓഫ് ഇന്നർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ ആർട്ടിക്കിളിനകത്ത് നമ്മൾ കാണുന്നത് ആർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പെർഫോമൻസ് മാത്രമല്ല, നമുക്കൊരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ നൽകുന്ന ഒരു സ്ട്രെങ്ത് ആയിട്ട് കൂടിയാണ് ആർട്ടിനെ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. It shows that art is capable of reshaping despair into resilience and spiritual fulfillment. അപ്പോൾ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഡിസ്പെയർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇമോഷണൽ സ്ട്രെങ്ത്തും പർപ്പസും എല്ലാം നൽകാൻ ആർട്ടിന് കഴിയും എന്നുള്ളത് ഈ ന്യൂസ് റിപ്പോർട്ടിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.